ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡന്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡോക്ടർ ആവണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി എല്ലാവരും എഴുതുന്ന ഒരു എക്സാം ആണ് നീറ്റ് എക്സാം, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയും. എന്നാൽ MBBS, PDS കോഴ്സുകൾക്ക് പുറമെ ഒട്ടനവധി സാധ്യതകളാണ് ഈ ഒരു നീറ്റ് എക്സാമിലൂടെ അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതുന്ന ഒരു കുട്ടിയുടെ മുന്നിലുള്ളത്. നിങ്ങളിപ്പോ ഭാവിയിൽ എനിക്ക് നീറ്റ് എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന 10ലോ +1 +2 പഠിക്കുന്ന ഒരു കുട്ടി ആയിക്കോട്ടെ, അഥവാ നീറ്റ് 2025 എക്സാം എഴുതിയിട്ട് അടുത്ത അഡ്മിഷൻ പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കുട്ടി ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണിത്. നീറ്റ് എന്ന് പറയുന്ന എക്സാമിന്റെ സാധ്യതകളെ കുറിച്ചിട്ട് നമുക്ക് നീറ്റ് എക്സാം എഴുതുന്നതിലൂടെ ഏതൊക്കെ കോഴ്സുകൾക്ക് എങ്ങനെയൊക്കെ അഡ്മിഷൻ നേടാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എക്സാം നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നമ്മുടെ ഇന്ത്യയിലുടനീളം 20 ലക്ഷത്തിലധികം സ്റ്റുഡൻസ് എഴുതുന്ന ഒരു എക്സാം ആണ് നീറ്റ് എക്സാം. +2 കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു എക്സാം എഴുതുന്നത്. മെയ് മാസത്തിൽ ആദ്യത്തെ ആഴ്ചയായിരിക്കും എക്സാം വരുന്നത്. അപ്പൊ നമ്മൾ അതിന് മുന്നേ അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് എക്സാം എഴുതുന്നു. എക്സാം എഴുതി 1 മാസത്തിനകം നമ്മുടെ റിസൾട്ട് വരുന്നു. ഓൾ ഇന്ത്യ തലത്തിൽ നമ്മുടെ മാർക്കിനനുസരിച്ചിട്ട് നമുക്ക് എത്രാമതാണെന്നുള്ള ഒരു റാങ്ക് നമ്മുടെ ആ റിസൾട്ട് വഴി നമുക്ക് അറിയാൻ കഴിയും. നിങ്ങളിൽ പലരും ഇപ്പോൾ നീറ്റ് 2025 എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് ഒക്കെ വന്നിട്ട് അടുത്ത അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് അറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് സാധ്യത ഉള്ളത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. 720 മാർക്കിനാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ പലർക്കും വരുന്നൊരു ഡൗട്ടാണ്, 720ൽ എത്ര മാർക്ക് വാങ്ങിച്ചാലാണ് MBBS കിട്ടുക അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ സാധിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഒരിക്കലും മാർക്ക് വെച്ചിട്ട് അത് പറയാൻ സാധിക്കില്ല. കാരണം ഓരോ വർഷത്തെയും കട്ട് ഓഫ്, അതായത് മിനിമം എത്ര മാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് MBBS അഡ്മിഷൻ കിട്ടും എന്ന് പറയുന്ന ആ ഒരു കട്ട് ഓഫ് ഓരോ വർഷവും എന്ത് ചെയ്യും, വേരി ചെയ്യും. കഴിഞ്ഞ വർഷം എക്സാം ഈസി ആയതുകൊണ്ട് അത് 600ന് മുകളിലായിരുന്നു ആ ഒരു കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം എക്സാം നല്ല ടഫ് ആയതുകൊണ്ടിട്ട് 527, 28, 530 വരെയൊക്കെ ആയിരിക്കും ഇത്തവണത്തെ കട്ട് ഓഫ് പോകാൻ സാധ്യത ഉള്ളത്. അപ്പൊ നമുക്ക് ഒരിക്കലും മാർക്ക് വെച്ചിട്ട് പറയാൻ സാധിക്കില്ല. ഓൾ ഇന്ത്യ റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ സാധ്യതകൾ പരിശോധിക്കേണ്ടത്. മാത്രമല്ല ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടും ഈ ഒരു സീറ്റുകളിൽ റിസർവേഷൻ വരുന്നുണ്ട്. ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 25,000 ആ ഒരു റേഞ്ച് വരെയൊക്കെ MBBS ഗവൺമെന്റിൽ അഡ്മിഷൻ കിട്ടും. പക്ഷെ നിങ്ങളിപ്പോ SC കാറ്റഗറി ആണെങ്കിൽ 1,37,000 വരെയൊക്കെ ഓൾ ഇന്ത്യ റാങ്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു MBBS സീറ്റ് ഗവൺമെന്റിൽ കിട്ടും. ST കാറ്റഗറി ആണെങ്കിൽ 1,68,000 വരെ വാങ്ങിച്ചാൽ പോലും ഒരു MBBS ഗവൺമെന്റ് സീറ്റ് കിട്ടും. അപ്പോൾ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടും ലാസ്റ്റ് റാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ചിട്ട് നമുക്ക് ഏതൊക്കെ കോഴ്സുകൾ കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഇയറിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ പലർക്കും പ്രതീക്ഷിച്ച മാർക്ക് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ മാർക്ക് കുറവായിട്ടുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, ഒന്നെങ്കിലും റിപ്പീറ്റ് ചെയ്യും. ഒരു വർഷം കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അടുത്ത വർഷം ഒന്നും കൂടി എക്സാം എഴുതാമെന്ന് തീരുമാനിക്കും. അല്ലെങ്കിൽ എനിക്കിനി റിപ്പീറ്റ് ചെയ്യാൻ വയ്യ, ഒരു വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്തതാണ്, ഇനി മറ്റേതെങ്കിലും കോഴ്സുകൾ നോക്കാം എന്ന് ആലോചിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ MBBSഉം BDSഉം അല്ലാതെ ഒട്ടനവധി കോഴ്സുകൾ, നിങ്ങൾക്ക് പലർക്കും അറിയില്ലാത്ത ഒരുപാട് കോഴ്സുകളാണ് ഈ ഒരു നീറ്റ് എക്സാം എഴുതുന്നതിലൂടെ നമ്മുടെ മുന്നിലുള്ളത്. കോഴ്സുകൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ കോഴ്സുകൾക്കും നമുക്ക് എങ്ങനെ അഡ്മിഷൻ നേടാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഓരോ കോഴ്സിനും എങ്ങനെയാണ് അഡ്മിഷൻ നേടേണ്ടതെന്നുള്ളത് നമുക്ക് ഓർഡർ ആയിട്ട് പറഞ്ഞു പോവാം. നമ്മളിപ്പോൾ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് +1 +2 ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളുടെ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യും. അതനുസരിച്ചിട്ടാണ് നമുക്ക് അഡ്മിഷൻ ലഭിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഓരോ കോഴ്സുകൾക്കും നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് ഓരോ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് അലോട്ട്മെന്റ് പ്രോസസ്സ്. നമുക്ക് മെയിനായിട്ടും 2 അലോട്ട്മെന്റ് വഴിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഒന്ന് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ്, 2 സ്റ്റേറ്റ് അലോട്ട്മെന്റ്. ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് എന്ന് പറയുന്ന NCCയുടെ വെബ്സൈറ്റിലും സ്റ്റേറ്റ് അലോട്ട്മെന്റ് നമ്മുടെ കേരളയുടെ വെബ്സൈറ്റ് cee.kerala.government.in എന്ന് പറയുന്ന വെബ്സൈറ്റിലുമാണ് നടക്കുന്നത്. MBBS, BDS, BSc നേഴ്സിംഗ് ഈ ഒരു 3 കോഴ്സുകൾക്കാണ് ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. എല്ലാ സ്റ്റേറ്റിലെയും, ഇപ്പൊ കേരളം ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, എല്ലാ സ്റ്റേറ്റിലെയും 15% MBBS, BDS സീറ്റുകൾ, അതുപോലെ തന്നെ ടോപ്പ് മെഡിക്കൽ കോളേജസ് ആയിട്ടുള്ള എയിംസ്, ജിപ്മർ പോലുള്ള മെഡിക്കൽ കോളേജസ്, അതുപോലെ തന്നെ AFMC മെഡിക്കൽ കോളേജ്, ESI മെഡിക്കൽ കോളേജുകൾ, ഡീംഡ് മെഡിക്കൽ കോളേജുകൾ, ഇതിലേക്കുള്ള അഡ്മിഷനുകൾ എല്ലാം നടക്കുന്നത് ഈ ഒരു ഓൾ ഇന്ത്യ കോട്ട വഴിയാണ്. ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിലൂടെ ഞാൻ ഇപ്പൊ പറഞ്ഞ കോളേജുകളിലേക്ക് MBBS, BDS കോഴ്സുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ ഓൾ ഇന്ത്യ റാങ്കിന് നമ്മുടെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് വെറ്റിനറി ആണ്. നിങ്ങൾക്ക് പലർക്കും ഇഷ്ടമുള്ള ഒരു കോഴ്സ് ആയിരിക്കും VVSC ആൻഡ് AH.
ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. നിങ്ങളിപ്പോൾ വെറ്റിനറി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ VCI വെറ്റിനറി കൗൺസിലിംഗ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ വേണം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ. വെബ്സൈറ്റുകളൊന്നും തന്നെ ഓപ്പൺ ആയിട്ടില്ല. സമയമാകുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റുകൾ വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക. പിന്നെ വരുന്ന ആയുഷ് കോഴ്സുകളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും BAMS, BHMS, BSMS എന്നൊക്കെ. ആയുർവേദ, ഹോമിയോ, യുനാനി, സിദ്ധ പോലുള്ള കോഴ്സുകളാണ് ആയുഷ് കോഴ്സുകൾ. അപ്പൊ ഈ പറഞ്ഞ ആയുഷ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ AACCC എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റിലൂടെ ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി പോലുള്ള കോഴ്സുകൾക്ക് നമുക്ക് ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് AFMC മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ. ആർമഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെയിലാണ്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ കോളേജുകളിലേക്കുള്ള MBBS അഡ്മിഷൻ നമുക്ക് MCCയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ AFMC മെഡിക്കൽ കോളേജുകളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികളുടെ നീറ്റിന്റെ സ്കോറിൽ എല്ലാവരും അപ്ലൈ ചെയ്യണമെന്നില്ല. പക്ഷെ അപ്ലൈ ചെയ്യുന്നവരുടെ നീറ്റിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന കുട്ടികൾക്ക് പിന്നീട് ഇന്റർവ്യൂവും മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ കാണും. അതിനുശേഷമായിരിക്കും AFMCയിൽ നമുക്കൊരു മെഡിക്കൽ സീറ്റ് ലഭിക്കുന്നത്. പിന്നെ BSc നഴ്സിംഗിന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരിക്കും. സ്റ്റേറ്റിൽ LBS വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ നേടാൻ സാധിക്കും. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും കോളേജുകളിലേക്ക്, ഓരോ കോളേജിലുള്ള സീറ്റുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത്രയും കോളേജുകളിലേക്ക് നമുക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി BSc നഴ്സിംഗിനും അഡ്മിഷൻ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്ത വരുന്ന ഒരു സാധ്യതയാണ് MNS അഥവാ മിലിറ്ററി നഴ്സിംഗ് സർവീസ്. ഇപ്പൊ മിലിറ്ററിയിലൊക്കെ നഴ്സിംഗിന് താല്പര്യമുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ നീറ്റിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അതിനായിട്ട് ജോയിൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ നമുക്ക് MNSന്റെ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിലും ഈ ഒരു AFMCയുടെ കാര്യം പറഞ്ഞ പോലെ അപ്ലൈ ചെയ്ത കുട്ടികളുടെ നീറ്റിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുട്ടികൾ ഡൽഹിയിലൊക്കെ പോയി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ചെറിയ എക്സാമും കാര്യങ്ങളൊക്കെ കാണും. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ കാണും. അതൊക്കെ പാസ്സായതിനു ശേഷമായിരിക്കും ഈ ഒരു MNSലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. പിന്നെ വരുന്നത് ജിപ്മർ ആണ്. ജിപ്മറിന്റെ MBBS സീറ്റുകളുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. MCCയുടെ വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് ജിപ്മറിലെ MBBS സീറ്റുകൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ജിപ്മറിൽ BSc നഴ്സിംഗ്, BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിപ്മറിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ വേണം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ജിപ്മറിൽ ടോട്ടൽ 94 BSc നഴ്സിംഗ് സീറ്റുകളുണ്ട്. പിന്നെ കൊടുത്തിട്ടുള്ളത് BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളാണ്. അതിൽ ഒരുപാട് കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര സീറ്റുകൾ വരുന്നെന്ന് കൊടുത്തിട്ടുണ്ട്. BSc നഴ്സിംഗ്, BSc അലൈഡ് കോഴ്സുകളെല്ലാം കൂടി 181ഓളം സീറ്റുകൾ ഈ ഒരു ജിപ്മറിന്റെ കീഴിൽ വരുന്നുണ്ട്. ഇപ്പൊ ജിപ്മറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെയും ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കുട്ടികളുടെ നീറ്റ് സ്കോർ അനുസരിച്ചിട്ട് അവർ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള MBBS, BDS, BSc നഴ്സിംഗിന്റെ അഡ്മിഷനുകളെ കുറിച്ച് പറഞ്ഞു. MCC.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ വെറ്റിനറിയുടെ കാര്യം പറഞ്ഞു. വെറ്റിനറിക്ക് നമ്മൾ VCI വെറ്റിനറി കൗൺസിലിംഗ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റിലായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ആയുഷ് കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. ഓൾ ഇന്ത്യ തലത്തിൽ ആയുഷ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടുന്നതിന് വേണ്ടി AACCC എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. പിന്നെ AFMC മെഡിക്കൽ കോളേജുകളിലേക്കുള്ള MBBS അഡ്മിഷൻ പറഞ്ഞു. അതും MCCയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് MNS അതിന് നമ്മൾ ജോയിൻ ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന ആ വെബ്സൈറ്റിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ജിപ്മറിന്റെ BSc നഴ്സിംഗ്, BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളെ കുറിച്ചിട്ട് പറഞ്ഞു. അത് നമ്മൾ ജിപ്മറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വേണം ആപ്ലിക്കേഷൻ കൊടുക്കാൻ. അപ്പൊ ഇത്രയും കോഴ്സുകളാണ് ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ വിവിധ തരം വെബ്സൈറ്റുകൾ വഴി നമുക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ മെയിൻ ആയിട്ട് സ്റ്റേറ്റ് അലോട്ട്മെന്റ് നടക്കുന്നത് CEE.kerala.government.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ്. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിലൂടെ ഇപ്പോൾ MBBSനാണെങ്കിൽ നമുക്ക് 12ഓളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ, കോട്ടയം, മഞ്ചേരി, പാലക്കാട്, കോന്നി, തൃശൂർ, ട്രിവാൻഡ്രം അത്രയും മെഡിക്കൽ കോളേജുകളിലേക്ക് നമുക്ക് MBBSന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അമല, ബിലീവേഴ്സ്, MES പോലുള്ള 20ഓളം സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലേക്ക് നമുക്ക് MBBSന് ഈ ഒരു വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് BDS ആണ്. നമുക്ക് 5 ഗവൺമെന്റ് ഡെന്റൽ കോളേജസ് ആണ് ഉള്ളത്. ഒന്ന് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ആലപ്പുഴ, പിന്നെ കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, തൃശൂർ, ട്രിവാൻഡ്രം. അപ്പൊ 5 ഡെന്റൽ കോളേജുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു കോളേജുകളിലേക്ക് നമുക്ക് BDSന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 20ഓളം സെൽഫ് ഫിനാൻസിങ് ഡെന്റൽ കോളേജുകൾ നമുക്കുണ്ട്. അവിടേക്ക് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് BDSന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് BSc അഗ്രികൾച്ചർ. നമുക്ക് കേരളത്തിൽ 4 കോളേജസ് ആണ് ഉള്ളത്. ഒന്ന് ട്രിവാൻഡ്രത്ത്, പിന്നെ തൃശ്ശൂർ, കാസർഗോഡ്, വയനാട്. BSc അഗ്രികൾച്ചർ ഓൾ ഇന്ത്യ തലത്തിൽ കുവറ്റ് എക്സാമിന്റെ ബേസിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. നമുക്ക് കേരളത്തിൽ ഈ ഒരു CEയുടെ വെബ്സൈറ്റിൽ നമുക്ക് നീറ്റ് എക്സാമിന്റെ കീഴിൽ നമുക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും.
അത് കഴിഞ്ഞ് ബിടെക് ബയോടെക്നോളജി. അത് നമുക്ക് ഒരു കോളേജ് ട്രിവാൻഡ്രത്തുണ്ട്. പിന്നെ ബിഎസ്സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന കോഴ്സ്. അതിന് തൃശ്ശൂർ ഒരു കോളേജ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ബിഎസ്സി ഫിഷറീസ് ആണ്. അതിന് നമുക്ക് കേരളത്തിൽ 2 കോളേജുകളുണ്ട്. ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അടുത്തത് ബിഎസ്സി ഫോറസ്ട്രി. അതിന് നമുക്ക് കേരളത്തിൽ ഒരു കോളേജ് ഉണ്ട്. പിന്നെ വരുന്ന കോഴ്സുകളാണ് ബിഎച്ച്എംഎസ്, ബിയുഎംഎസ്, ബിഎഎംഎസ്, ബിഎസ്എംഎസ്. ഹോമിയോ, യുനാനി, സിദ്ധ, ആയുർവേദ കോഴ്സുകള്. നമ്മൾ പറഞ്ഞു ആയുഷിന്റെ കോഴ്സുകൾ നമ്മൾ ഓൾ ഇന്ത്യ തലത്തിലാണെങ്കിൽ ആയുഷിന്റെ കൗൺസിലിംഗിന്റെ കീഴിൽ AACCC എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. എന്നാൽ കേരളത്തിൽ വരുമ്പോൾ ഈ ഒരു ഹോമിയോ, സിദ്ധ, യുനാനി, ആയുർവേദ പോലുള്ള കോഴ്സുകൾ നമ്മുടെ സിഇയുടെ വെബ്സൈറ്റിൽ തന്നെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതുവഴിയാണ് നമുക്ക് ഈ ഒരു കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ ഹോമിയോക്ക് ആണെങ്കിൽ നമുക്ക് 5 കോളേജുകൾ വരുന്നുണ്ട്. യുഎംഎസിന്, യുനാനിക്ക് ഒരു കോളേജാണുള്ളത്. അതുപോലെ തന്നെ ബിഎസ്എംഎസ് സിദ്ധ നമുക്ക് ട്രിവാൻഡ്രത്ത് ഒരു കോളേജ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ബിഎഎംഎസ്. ഇപ്പൊ ഒരു ആയുർവേദ ഡോക്ടർ ആവാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ ഒരു സിഇയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. ഗവൺമെന്റ് കോളേജുകളും പ്രൈവറ്റ് കോളേജുകളും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മാർക്കിനും റാങ്കിനും അനുസരിച്ചിട്ട് ഈ ഒരു കോളേജുകളിലേക്ക് എന്ത് ചെയ്യും അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയധികം കോഴ്സുകളിലേക്കാണ് നീറ്റിന്റെ സ്കോർ അടിസ്ഥാനത്തിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ളത്. ഒരുപാട് സ്കോപ്പുള്ള ഒട്ടനവധി കോഴ്സുകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. എല്ലാ കോഴ്സുകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം നിങ്ങളുടെ മാർക്കിനും റാങ്കിനും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളിലേക്ക് ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് നീറ്റ് വഴി കിട്ടാൻ സാധ്യതയുള്ള എല്ലാ കോഴ്സുകളെ കുറിച്ചിട്ടും പിന്നെ ഓരോ കോഴ്സിനും നമ്മൾ എങ്ങനെ ഏതൊക്കെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടും ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നീറ്റ് റിലേറ്റഡ് കൂടുതൽ വീഡിയോസിനും അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.